സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മുടെ ഇന്നത്തെ അതിഥി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ KG ജ്യോതിർഘോഷാണ്. സർ നമസ്കാരം. നമസ്കാരം സർ, ഇന്ത്യ ഇന്ന് 80ാം സ്വാതന്ത്ര്യ ദിനം, 79 കഴിഞ്ഞു, 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നും വിഭജിച്ചു പോയി മറ്റൊരു രാജ്യമായ പാകിസ്ഥാൻ ഈ കഴിഞ്ഞ ദിവസം പാക് പ്രസിഡന്റിൻ്റെ ഒരു പ്രസംഗം നാം കേട്ടു. സർ, അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ, അതായത് പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട് ആകെ സമാധാന അന്തരീക്ഷം പാകിസ്ഥാനിൽ തന്നെ നഷ്ടപ്പെട്ട പാകിസ്ഥാൻ, അത് മറച്ചു വയ്ക്കാൻ ഇന്ത്യക്കെതിരെ ചില ആരോപണങ്ങൾ ആ പ്രസംഗത്തിലുടനീളം നടത്തി. സർ, ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പാകിസ്ഥാൻ്റെ ആ പ്രസംഗവും കൂടെ കൂട്ടി ചേർത്ത് പറയുമ്പോൾ എന്താണ് സാർ നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്? ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനോട്, പാകിസ്ഥാൻ എന്ന് പറയുന്ന അവിടുത്തെ ജനങ്ങളോട് സഹതാപമാണ്. കാര്യം ഏഷ്യയിൽ തന്നെ ഇത്രയധികം ദുരിതം അനുഭവിക്കുന്ന ഒരു സമൂഹം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഉത്തരവില്ല. ഇവിടെ ഈ ഷഹബാസ് ഷെരീഫ് പറയാൻ കാരണം അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ഇപ്പോ അഫ്ഗാനിസ്ഥാനുമായിട്ട് യുദ്ധത്തിലാണ്. ഖൈബർ പഖ്തൂൺഖ്വ, അവിടെ ശരിക്കും പറഞ്ഞാൽ ആഭ്യന്തര യുദ്ധമാണ്. അത് കഴിഞ്ഞ് ബലൂചിസ്ഥാനിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ യുദ്ധം ചെയ്യുന്നത് ഇപ്പം ഇന്ത്യയോടും അല്ലെങ്കിൽ പാകിസ്ഥാൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനോട് യുദ്ധം ചെയ്യുന്ന അതേ കണക്ക് തന്നെയാണ് ഖൈബർ പഖ്തൂൺഖ്വയിലും അവരുടെ ജനതയായിട്ടുള്ള അതേ ഈ ബലൂചിസ്ഥാനിലും ചെയ്യുന്നത്. ഇപ്പൊ ബലൂചിസ്ഥാനിലെ സ്വരത്തില് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് അവർ എയർ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നു. ആലോചിച്ച് നോക്കുക, ഒരു സ്വന്തം ജനതയുടെ മുകളിൽ വിമാനത്തിൽ നിന്ന് ബോംബ് വർഷം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രാജ്യത്തിന്റെ അവസ്ഥ ആലോചിച്ചു. സാധാരണ നമ്മൾ എയർ സ്ട്രൈക്ക് ഒക്കെ ശത്രു രാജ്യങ്ങൾക്കെതിരെ നടക്കുന്നത്. അവിടെ ഇപ്പം ഖൈബർ പഖ്തൂൺഖ്വ നേരത്തെ വളരെ മുമ്പ് തുടങ്ങിയിരുന്നു. ഇപ്പം ബലൂചിസ്ഥാനിൽ ഏറ്റവും ഈ സുരത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് എയർ സ്ട്രൈക്ക് നടത്തി 20 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതെന്തുകൊണ്ടാണ് ഈ ഖൈബർ പഖ്തൂൺഖ്വയില് ഈ എയർ സ്ട്രൈക്ക് നടത്താൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 85% സ്ഥലങ്ങളും അവിടെ BLA ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ കയ്യിലായി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് സ്വാതന്ത്ര്യം വേണം. അവർ ഐക്യരാഷ്ട്രസഭാ സംഘടനകളെയൊക്കെ സമീപിക്കുന്നുണ്ട്. ഈ പിന്നെ സ്വിറ്റ്സർലൻഡിലും അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ ഉള്ള നേതാക്കന്മാർ അന്താരാഷ്ട്ര തലത്തിലൊക്കെ വളരെയധികം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം അംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിലാണ്. പക്ഷെ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് അമേരിക്ക ശരിക്കും ഒരു കത്രിക പൂട്ടിനകത്ത് പെട്ട് കിടക്കുകയാണ്. കാര്യം ഏതാണ്ട് ചൈനയുടെ വൻ നിക്ഷേപങ്ങളാണ്. സീപെക് റോഡ്, അതായത് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിന്റെ പണിക്കുള്ള അതിന്റെ നിക്ഷേപം, അതേപോലെ ഗദ്വാർ പോർട്ടിന്റെ അന്താരാഷ്ട്ര പിന്നെ തുറമുഖത്തിൽ നടത്തിയിട്ടുള്ള നിക്ഷേപം, അതേപോലെ തന്നെ അവിടുത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള നിക്ഷേപം, പിന്നെ അവിടെയുള്ള ഖനനം. കാരണം പാകിസ്ഥാൻ നിലനിൽക്കുന്നത് പാകിസ്ഥാനിലെ സമ്പത്തും അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ശക്തി സോഴ്സ് എന്ന് പറയുന്നത് ബലൂചിസ്ഥാനാണ്. അത്രയ്ക്ക് റിച്ചാണ് മിനറൽ റിസോഴ്സസ്. പക്ഷെ ഇന്നിപ്പം അതോടൊപ്പം തന്നെയാണ് ഇപ്പൊ അമേരിക്ക ഈ ഇവിടുന്ന് വാരിയെടുത്ത ഒരു കുറച്ച് മണലൊക്കെ കൊണ്ടുപോയി ഒരു ബ്രീഫ് കേസിലിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ കാണിച്ചിട്ടാണ് ഫീൽഡ് മാർഷൽ ആസിഫ് മുനീറും ഷഹബാസ് ഷെരീഫും കൂടെ ഞങ്ങളിവിടെ വലിയ സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമേരിക്കയും കൂടെ ഇപ്പോൾ ബലൂചിസ്ഥാനിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ അവിടെ തന്നെ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് വഹിക്കണം. ആൾറെഡി അവിടെ ചൈനയുടെ നിക്ഷേപമുണ്ട്, അമേരിക്കയും കൂടെ വരുന്നു. അതേസമയത്ത് ബലൂചിസ്ഥാനിൽ ഇപ്പം ചൈനയ്ക്ക് കാലുകുത്താൻ വയ്യാത്ത അവസ്ഥയാണ്. അങ്ങനെ ഒരുപാട് ചൈനീസ് എഞ്ചിനീയേഴ്സ് കൊല്ലപ്പെട്ടു. അതേപോലെ ചൈന ബലൂചിസ്ഥാൻ ഏതാണ്ട് പൂർണ്ണമായിട്ടൊരു സ്വാതന്ത്ര്യത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അപ്പൊ ചൈനയ്ക്ക് കൊടുത്ത ഒരു ഉറപ്പെന്ന് പറയുന്നത് ചൈനയിലെ ഉദ്യോഗസ്ഥരുടെയും അവരുടെ പ്രവർത്തനത്തിന് സകലവിധമായിട്ടുള്ള ആഭ്യന്തര സുരക്ഷയും ഒരുക്കാം എന്നുള്ളതാണ്. ചൈന ആവശ്യപ്പെടുന്നുണ്ട് ഞങ്ങളുടെ സൈന്യം വന്നുണ്ടെങ്കിൽ സുരക്ഷ ഏർപ്പെടുത്തിക്കൊള്ളാം. പക്ഷെ അത് ഇന്നത്തെ നിലയ്ക്ക് സാധ്യമല്ല. അപ്പൊ അവിടെയാണ് അമേരിക്കൻ ഇൻട്രസ്റ്റ്. അത് മാത്രമല്ല ഒരു രാഷ്ട്രത്തിന് അത് അനുവദിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ചൈന ഇപ്പോൾ അവിടെ നിന്ന് പിൻവാങ്ങി നിൽക്കുകയാണ് സകല ആക്ടിവിറ്റീസുമായിട്ട്. ഗംഭീരമായ അന്താരാഷ്ട്ര തുറമുഖം ഗദ്ദ, അവിടെ ഒരു കപ്പൽ പോലും അടുക്കാതെ നടക്കുന്നു. അതേപോലെ എയർപോർട്ട് അതുപോലെ തന്നെയാണ്. അപ്പൊ ഇത്തരം ഒരു സിറ്റുവേഷനാണ് ഇപ്പൊ ഈ ഖൈബർ പഖ്തൂൺഖ്വയിലും ബലൂചിസ്ഥാനിലും നടക്കുന്നത്.
മറ്റൊന്ന് സിന്ധ് പ്രവിശ്യയിലും സമാനമായ രീതിയിലുള്ള അപ്സർജന നടക്കുന്നത്. അത് വേറൊരു തരത്തിലാണ്. ഇത്രയും രൂക്ഷമായിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെയും ഇതേ തന്നെയാണ് സംഗതി നടക്കുന്നത്. ഇതെല്ലാം പോയിട്ടാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോ ഈ വോൾക്കർ ടർക്ക് എന്ന് പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷൻ UN ഈ വോൾക്കർ ടർക്ക് അദ്ദേഹം കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് പ്രമേയം കൊണ്ടുവന്നു. അതായത് POK പാക് അവരുടെ ഭാഗത്ത് നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആസാദ് കാശ്മീർ എന്ന് പാകിസ്ഥാൻ പറയുന്ന പാകിസ്ഥാൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന കാശ്മീർ പ്രദേശത്ത് വളരെയധികം ആൾക്കാരെ സിവിൽ പ്രക്ഷോഭകരെ കൊല ചെയ്യുകയും അവരെ തടവിലാക്കുകയും അതിഭീകരമായ മാനുഷിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും ലംഘിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് UN പ്രമേയം കൊണ്ടുവന്നു. അവിടെയുള്ള ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭം ഇപ്പോഴും അതിശക്തമായി നടക്കുകയാണ്. അവിടെ ഇലക്ഷൻ കഴിഞ്ഞു, 3 തവണയായിട്ടുള്ള ഇലക്ഷൻ കഴിഞ്ഞു. അവിടെ ഷഹബാസ് ഷെരീഫിന്റെ മുസ്ലിം ലീഗ് ഭൂരിപക്ഷം നേടി. പക്ഷെ പല മണ്ഡലങ്ങളിലും വോട്ടിംഗ് നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ PM മുസ്ലിം ലീഗ് ജയിച്ചെങ്കിൽ പോലും അവിടെ ഒരു മന്ത്രിസഭ പുതിയതായിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, അവിടെ ഇപ്പം അതിശക്തമായ രീതിയിൽ ഈ പ്രക്ഷോഭം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ, കാരണം കയ്യിൽ കാശ് 5 പൈസ ഇല്ല. ഇനിയിപ്പം വേൾഡ് ബാങ്കിന്റെ അടുത്ത് പോയി സമീപിക്കാൻ പറ്റില്ല. പണ്ട് അമേരിക്കയുടെ സഹായത്തിലൂടെ വേൾഡ് ബാങ്കിന്റെ അടുത്ത് കൊണ്ടുവന്ന പണമെല്ലാം അത് കാലിയായി കഴിഞ്ഞു. രാജ്യത്തിന് വേണ്ടി 5 പൈസ ചെലവാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോ അതിന്റെ ആ ഒരു സാമ്പത്തികമായ ഞെരുക്കത്തിന്റെ പേരിലാണ് ഇപ്പൊ പാകിസ്ഥാൻ ഈ തുർക്കിയും സൗദി അറേബ്യയുമായിട്ട് ചേർന്നിട്ട് സംയുക്ത കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ഈ 3 രാജ്യങ്ങളും ആക്രമിക്കപ്പെടുന്നു എന്ന് കരുതി അതിനെ നേരിടുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ ഹൂതികള് സൗദി അറേബ്യക്ക് നേരെ ആക്രമണം നടത്തിയിട്ടും റെഡ് സീ വളരെയധികം തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടും പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മാത്രമല്ല, ഹൂതികൾ എന്ന് പറയുന്നത് ഇറാന്റെ പ്രോക്സിയാണ്, ഇറാന്റെ ഭാഗമാണ് ഹൂതികൾ. അല്ലെ, ഇറാൻ അവരെ നിലനിർത്തുന്ന ഇറാനാണ്. പാകിസ്ഥാനുമായിട്ട് പിന്നെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഇറാൻ. മാത്രമല്ല, അവരുടെ മധ്യസ്ഥത വഹിക്കുന്നത് പാകിസ്ഥാനാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അന്താരാഷ്ട്രമായിട്ട് വളരെ സങ്കീർണമായ അവസ്ഥ സാമ്പത്തികമായി തീർന്നിരിക്കുന്നു. ഇപ്പൊ ഈ കരാറിൽ ഒപ്പിടാൻ തന്നെ കാരണം സൗദി അറേബ്യ $9 ബില്യൺ പാകിസ്ഥാന് കൊടുക്കാമെന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോ ഷഹബാസ് ഷെരീഫ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതായത് ഇന്ത്യ, അതായത് ഓപ്പറേഷൻ സിന്ദൂർ, ഇനി ഓപ്പറേഷൻ സിന്ദൂറിന് തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യ മനസ്സിലായില്ലേ, അതിന്റെ ചൂട് മനസ്സിലായില്ലേ, ഇനിയും ഈ ഇൻഡസ് വാലി കരാർ അല്ലെങ്കിൽ സിന്ധു നദീ ജലം നമുക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ വിവരം അറിയും. അതായത് റെഡ് ലൈൻ ആണെന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് വരും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്ന സംഗതി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഇൻഡസ് വാലി അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ആഗോള ഈ എന്താ പറയാ ഈ ആയുധ വിപണിയിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നമ്മുടെ 26 പേരുടെ ജീവൻ പോയെങ്കിലും ഇന്ത്യയുടെ സൈനിക ശേഷിയും ആഭ്യന്തരമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഒരുപാട് മിസൈലുകളും യുദ്ധ ഉപകരണങ്ങളും വിമാനങ്ങളും ഒക്കെ നമുക്ക് ഷോക്കേസ് ചെയ്യായിരുന്നു. അങ്ങനെയാണ് നമ്മളിപ്പോ ഇന്തോനേഷ്യ അതുപോലുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ നമ്മളിപ്പോ നമ്മളുടെ ഈ യുദ്ധോപകരണങ്ങൾ വിൽക്കുന്നതും യുദ്ധ വിമാനങ്ങളും യുദ്ധ ഉപകരണങ്ങളും കയറ്റി അയക്കുന്ന മിസൈലുകളൊക്കെ കയറ്റി അയക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുകയും ചെയ്തു. പക്ഷെ ഈ കഴിഞ്ഞ 1 വർഷം കഴിഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് അവിടെ കൊടിയ വരൾച്ചയുണ്ടായി. പക്ഷെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. മാത്രമല്ല, ഈ സിന്ധു നദീജല കരാർ ഇപ്പൊ മരവിപ്പിച്ചിരിക്കുകയാണ്. ആ മരവിപ്പിച്ച കരാർ അത് പൂർണ്ണമായിട്ടും അത് ഇല്ലാതാക്കുക എന്നുള്ളൊരു നിലയിലേക്ക് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് ഈ സിന്ധു നദീജല കരാർ ഇന്ത്യയിലേക്ക്, ശേഷം രാജസ്ഥാൻ മരുഭൂമിയിലേക്കും മറ്റുമൊക്കെ തിരിച്ചുവിടുകയും ഇവിടെ സ്റ്റോർ ചെയ്യുകയും ചെയ്യാനുള്ള ഡാമുകളും ഒക്കെ കെട്ടുകയും നമ്മളത് ഇന്ത്യ അത് പിന്നെ ഇനി പാകിസ്ഥാനിലേക്ക് സിന്ധുവിനെ ഒഴുകാൻ അനുവദിക്കത്തില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പൊ ഇത്രയും പശ്ചാത്തലത്തിലാണ് ഇപ്പോ പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ കാർഷിക മേഖലയുടെ 70-80% ഈ നിലനിൽക്കുന്നത് സിന്ധു നദീജല വെള്ളത്തിലായിരുന്നു.
ഇപ്പൊ അതെല്ലാം തകർന്ന് അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. സാമ്പത്തികമായിട്ടും കാർഷികമായിട്ടും എല്ലാ രീതിയിലും തകർന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ പാകിസ്ഥാൻ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഫീൽഡ് മാർഷൽ അസിം മുനീർ പാകിസ്ഥാന്റെ മുഴുവൻ നിയന്ത്രണം ഏറ്റെടുത്തു. ഇപ്പൊ ഫീൽഡ് മാർഷലിന്റെ ശബ്ദമാണ് ഇപ്പോ ഷഹബാസ് ഷെരീഫിലൂടെ കേട്ടിരിക്കുന്നത്. കാരണം ഈ ഈ പഞ്ചാബിലുള്ള ഭരണാധികാരികള് നമ്മുടെ പാർട്ടിഷന് ശേഷം അവര് ഈ പഞ്ചാബിലുള്ള ഒരു ഭരണവർഗമാണ്. പിന്നെ മിലിറ്ററിയുടെ ആണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും പഞ്ചാബ് മാത്രമേ അവരെ സംബന്ധിച്ച് പാകിസ്ഥാനും. അപ്പൊ ഈ ബാക്കി പാകിസ്ഥാനെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് പഞ്ചാബിനെ മെച്ചപ്പെടുത്തുക മാത്രമല്ല, ഈ ഭരണാധികാരികളും അതേപോലെ തന്നെ ഈ മിലിറ്ററി ഉദ്യോഗസ്ഥരും മേധാവികളും എല്ലാം തന്നെ വിദേശത്തേക്ക് അവരുടെ സ്വന്തം നിലയിൽ ഹ്യൂജ് വൻ നിക്ഷേപങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓരോ ലോകബാങ്ക് ഈ വായ്പ കിട്ടുന്ന സമയത്ത് ഇതിന്റെ ഒരു നല്ല ശതമാനം മിലിറ്ററിക്ക് കൊടുക്കും. നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി പോലെയല്ല. ഈ അവിടുത്തെ മിലിറ്ററി അവിടുത്തെ മാർക്കറ്റിലുണ്ട്, ബിസിനസ്സിലുണ്ട്, കൃഷിയിലുണ്ട്, ഇങ്ങനെ ഒരുപാട് പ്രക്രിയകളിൽ അവിടുത്തെ മിലിറ്ററി ഏർപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഈ സൗദി അറേബ്യയിൽ നിന്ന് കിട്ടുന്ന ക്യാഷിന്റെ നല്ലൊരു ശതമാനം മിലിറ്ററിക്കാണ് പോകുന്നത്. ഈ മിലിറ്ററിയിലേക്ക് കാശ് കൊണ്ടുവരിക, അതിനു വേണ്ടിയുള്ള ഒരു ആഭ്യന്തരമായ അന്തരീക്ഷം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഈ ഇന്ത്യക്കെതിരെയുള്ള യുദ്ധ ഭീഷണി പാകിസ്ഥാൻ മുഴക്കുന്നത്. ഇപ്പോഴും തന്നെയാണ്. ഇപ്പൊ സൗദി അറേബ്യയിൽ നിന്ന് കിട്ടുന്ന ഈ ക്യാഷിന്റെ നല്ലൊരു ശതമാനം ഇത് മിലിറ്ററിയിലേക്ക് മാറ്റി, മിലിറ്ററിയുടെ ആവശ്യങ്ങളിലേക്ക് മാറ്റുക, ഭീമമായ ഒരു തുക. അതിന്റെ നല്ലൊരു ശതമാനം ഈ ആസിം മുനീറൊക്കെ തന്നെ, ആസിം മുനീറും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരും വിദേശ രാജ്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുകയാണ്, സ്വന്തം നിലയ്ക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ആർക്ക് വിചാരിച്ചു കഴിഞ്ഞാലും ഇപ്പോ അവിടുത്തെ ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിന്റെ പേര് ഞാൻ മുഹമ്മദ്, നേരത്തെ നമ്മുടെ CNN കറസ്പോണ്ടന്റൊക്കെ ആയിരുന്ന ആഭ്യന്തരമന്ത്രി മുഹമ്മദ് നഖ്വി അദ്ദേഹം ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞത് ആര് വിചാരിച്ചാലും പിന്നെ പാകിസ്ഥാനെ ഇനി രക്ഷിക്കാൻ കഴിയില്ല. അവിടെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. കാരണം അത് ഈ നഖ്വി ഈ ആസിം മുനീറിന്റെ നേരിട്ടുള്ള പ്രതിനിധിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ യഥാർത്ഥത്തിൽ ഇത് മിലിറ്ററി ലീഡർഷിപ്പിലേക്ക് വരികയാണ്. അസീം മുനീർ ഒന്നുകിൽ പ്രസിഡന്റ് ആയിട്ട് വരും, അതല്ല എങ്കിൽ പൂർണ്ണ അധികാരം തന്നിലേക്ക് തന്നെ വന്നു ചേരും എന്നുള്ളതിന്റെ മുന്നറിയിപ്പായിരുന്നു. ആ ആഭ്യന്തരമന്ത്രിയുടെ ശബ്ദം എന്ന് പറയുന്നത്, ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് ഈ അസീം മുനീറിന്റെ പ്രതിനിധിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ആഭ്യന്തരമായ ഒരു വിഷയത്തിൽ പെട്ടുകിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഷഹബാസ് ഷെരീഫ് വീണ്ടും ഈ പ്രസ്താവന ഇറക്കുകയും അതോടൊപ്പം തന്നെ ഇപ്പം സൗദി അറേബ്യയിൽ കിട്ടുന്ന കാശിന്റെ നല്ലൊരു ശതമാനം ഈ നമ്മുടെ മലയാളത്തിന്റെ ഭാഷയിൽ പറഞ്ഞ് അടിച്ചു മാറ്റിക്കൊണ്ടുപോയി കൊണ്ടിടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ്. അല്ലാതെ ഇപ്പൊ ഒരു കാരണവശാലും പാകിസ്ഥാൻ ഇന്ത്യ വേണ്ടി യുദ്ധം ചെയ്യാൻ ഒരിക്കലും പ്രായോഗികമായിട്ട് സാധ്യമല്ല. എത്ര തന്നെ വീരവാദം മുഴക്കിയാലും ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പൊ ബലൂചിസ്ഥാനിൽ ഇന്നലെ അവര് ആഗസ്റ്റ് 14 കരിദിനം ആചരിക്കുകയാണ്. ആഗസ്റ്റ് 14 പാകിസ്ഥാൻ സ്വാതന്ത്ര്യദിനം ആചരിച്ച സമയത്ത് ബലൂചിസ്ഥാൻ കരിദിനം ആചരിക്കുകയും ബലൂചിസ്ഥാനിൽ എയർ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്ന ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. കാര്യം സ്വന്തം രാജ്യത്ത് പോലും നിയന്ത്രണമില്ലാത്ത ഒരവസ്ഥയിലാണ്, അല്ലെങ്കിൽ ബലൂചിസ്ഥാനിലെ ജനതയുമായിട്ട് പോലും നേരിട്ട് അല്ലെങ്കിൽ അവരുടെ ക്രമസമാധാനം പാലിക്കാനോ അതല്ലെങ്കിൽ അവര് ഈ BLA ബലൂച്ച് ലിബറേഷൻ ആർമി പിടിച്ചെടുത്ത സ്ഥലം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയോ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. അപ്പൊ ഇതെല്ലാം മറച്ചുകൊണ്ട് അതേ സമയത്ത് ഇത് ആഭ്യന്തരമായ അവരുടെ ഒരു ആവശ്യമാണ്. ഇത് വേറൊന്നുമല്ല, ഈ അവിടുത്തെ ഭരണപക്ഷത്തിന് പഞ്ചാബ് ലോബിക്ക് ഈ കിട്ടുന്ന എവിടെ നിന്നെല്ലാം കാശ് കിട്ടുന്നു അതെല്ലാം കൊണ്ട് വിദേശത്തേക്ക് നിക്ഷേപിക്കുക. ഇതാണ് അവരുടെ ഇതിന്റെ പിന്നിലെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ വലിയൊരു പ്രശ്നം മറ്റൊന്ന് പറഞ്ഞാൽ ഇപ്പൊ പിന്നെ ഇമ്രാൻഖാൻ അകത്ത് നടക്കുകയാണ്. ഇമ്രാൻഖാന്റെ ആരോഗ്യസ്ഥിതി വളരെ വളരെ മോശമായിരിക്കുന്നു എന്നുള്ള വലിയ രീതിയിലുള്ള കിംവദന്തിയും അവിടെ പറയുന്നുണ്ട്. അത് വളരെ രൂക്ഷമായ ആഭ്യന്തരമായ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് പോലും ഫെസിലിറ്റീസ് അല്ല, ഒരു സാധ്യത പോലും ഇല്ലാതായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നുള്ള വലിയ വാർത്ത ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചുവിടാനായിട്ടുള്ള ഒരു ചെറിയൊരു ശ്രമവും സൗദി അറേബ്യയിൽ നിന്ന് കിട്ടുന്ന കാശ് അതിന്റെ 90% വീണ്ടും മിലിറ്ററിയിലേക്ക് കൊണ്ടുവരികയും അത് വിദേശത്തേക്ക് കടത്തിയിടങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്യുക എന്നുള്ള അസീം മുനീറും സംഘത്തിന്റെയും ഒരു ലക്ഷ്യത്തിന്റെ ഭാഗം മാത്രമായിട്ടാണ് ഈ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ POKയുടെ വിഷയം. ഇപ്പൊ ഒരു യുദ്ധം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യ വാച്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ഇന്ത്യ പറഞ്ഞു, കഴിഞ്ഞ ഇപ്പം വിദേശ മന്ത്രാലയം പ്രസ്താവന ഇറക്കി, ഈ POKയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നിർത്തണം, ലോക സംഘടനകൾ അന്താരാഷ്ട്ര സമൂഹം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ തന്ത്രപരമായിട്ട് അമേരിക്ക ആയിക്കോട്ടെ, ലണ്ടൻ ബ്രിട്ടൻ ആയിക്കോട്ടെ, ആരും തന്നെ ഈ വിഷയം ഇതുവരെ കാര്യമായി എടുത്തിട്ടില്ല. അപ്പോ
ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു യുദ്ധം വരികയാണെന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേങ്കിൽ ഒരുപാട് ചരിത്രം തന്നെ മാറിയെന്നിരിക്കാം, ഭൂപടങ്ങൾ തന്നെ മാറിയെന്നിരിക്കാം. അതാണ് നിലവിലെ സാഹചര്യം. അപ്പൊ അതിൽ നിന്നെല്ലാം ഒരു ശ്രദ്ധ തിരിച്ചു മാറ്റുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗം മാത്രമാണ് ഷഹബാസ് ഷെരീഫിന്റെ ഈ പ്രസ്താവന. അല്ലാതെ ഇന്ത്യയുമായ ഒരു യുദ്ധത്തിന് ഒരു കാരണവശാലും പാകിസ്ഥാൻ തയ്യാറാകില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിൽ നിന്ന് മനസ്സിലാവുന്നത്. നന്ദി. താങ്ക് യു സാർ.